തങ്ങളെ സന്തോഷിപ്പിക്കാൻ തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, മാമിൻ അബ്ദിൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ, ഒരു അടിമയുമില്ല എൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നു, ഇല്ലാ അറജ ബിഹാ മലക്കുൻ, ഒരു മലക്ക് അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ മുന്നിൽ ചെന്ന് സന്തോഷം പറയുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറയും, ഇദ്ഹബൂ ബിഹാ ഇലാ ഖബ്രി അബ്ദി, എൻ്റെ ഹബീബായ തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ സമീപത്തേക്ക് നിങ്ങൾ ആ സ്വലാത്തുമായി പോകൂ മലക്കുകളെ. വതുഖിറു ബിഹാ ഐനുഹു വതഖിറു ബിഹാ ഐനുഹു, ആ സ്വലാത്ത് കാരണം എൻ്റെ ഹബീബ് സന്തോഷിച്ചു കൊള്ളട്ടെ. ഞാനും നിങ്ങളും ചൊല്ലുന്ന സ്വലാത്ത് സലാമിന്റെ വചനങ്ങൾ മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി സമർപ്പിക്കാൻ മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, വതഖിറു ബിഹാ ഐനുഹു, ആ സ്വലാത്ത് ലഭിക്കുമ്പോൾ എൻ്റെ ഹബീബ് സന്തോഷിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, പാപം പൊറുക്കപ്പെടാനുള്ള വലിയ സൽക്കർമ്മമാണ് സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദൈലമി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ സല്ല അലയ്യ മറത്തൻ വാഹിദ ഫതുഖബ്ബലത് മിൻഹു മഹല്ലാഹു അൻഹു ദുനൂബ 40 സന, എൻ്റെ മേലിൽ ഒരൊറ്റ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 40 കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. സബബുൻ ലികിഫായത്തിൽ അബ്ദി മാ അഹമ്മഹു മിൻ അൻവാഇൽ ഖുറൂബ്, ഏത് പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ സ്വലാത്ത് മതിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ഹദീസ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അജ്അലു ലക സുലുസ സ്വലാത്തി അലൈക നഅം ഇൻ ശിഅത ഖാല അസുലുസൈൻ ഖാല നഅം ഫസ്വലാത്തി കുല്ലുഹാ, നബിയെ എൻ്റെ മുഴുവൻ പ്രാർത്ഥനയും എൻ്റെ മുഴു സമയവും അവിടുത്തേക്ക് സ്വലാത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നു നബിയെ. ഇദൻ യക്ഫീകല്ലാഹു മാ അഹമ്മക മിൻ അംരി ദുനിയാക വ ആഖിറതിക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുത്തുനബി നൽകിയ ഓഫർ, മുഴു സമയവും സ്വലാത്ത് ചൊല്ലാൻ വിനിയോഗിച്ചാൽ നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ആഖിറത്തിന്റെ കാര്യത്തിലുമുള്ള നിങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ കൊടുക്കാൻ നമ്മളെ കയ്യിൽ പണമില്ലെങ്കിൽ മഹാനരായ ഖസ്തല്ലാനി ഇമാം പറയാണ്, അന്നാ തഖൂമു മഖാമ സദഖത്തിൽ ഇതിൽ ഉസ്റ, വളരെ സാമ്പത്തിക ഞെരുക്കുള്ള സമയം. അങ്ങനുണ്ട് ചില ആളുകൾ കുറെ കൊടുത്ത് ശീലമുള്ള ആളുകളാണ്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പം പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് ഖസ്തല്ലാനി ഇമാം പറയാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. അബൂ സഈദിൽ ഖുദരി തങ്ങൾ പറയുന്നു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അയ്യുമാ റജുലിൻ മുസ്ലിമിൻ ലം യകുൻ ഇൻദഹു സദഖ, സദഖ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്ത മുസ്ലിമുണ്ടോ, ഫൽയഖുൽ ഫീ ദുആഇഹി, അവൻ ഒരു ദുആ നടത്തിക്കൊള്ളട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഫഇന്നഹാ സക്കാ, അത് സ്വതക്കയാണ്, സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, മൻ സല്ലല്ലാഹു അലൈഹി ഫീ കുല്ലി യൗമിൻ 100 മറ, എല്ലാ ദിവസവും എൻ്റെ മേലിൽ ഒരാൾ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ഖലല്ലാഹു ലഹു 100 ഹജ, അയാൾക്ക് അല്ലാഹു 100 ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും. 70 മിൻ ആലി ആഖിറതിഹി, അതിൽ 70 പരലോകത്തിന്റെ കാര്യമാണ്. വ 30 മിൻ ആലി ദുനിയാ, അതിൽ 30 ദുനിയാവിന്റെ കാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മമാരെ, ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ ഈ സ്നേഹ റസൂൽ പ്രഭാഷണം പ്രേരണയായാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ സന്തോഷമാണ്. അടുത്തത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. മന്നഹാത്തും ഫിൽ ഫഖറ വളിഖൽ ഐശി, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് സ്വലാത്ത്. അതാ ജീവിതത്തിൽ ഞെരുക്കം അതാ ഇല്ലാതെയാക്കുന്നതാണ് സ്വലാത്ത്. ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ,
സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോ. നിനക്ക് നല്ല സമ്പൽ സമൃദ്ധി വേണോ, നിനക്ക് ഐശ്വര്യമുള്ള ജീവിതം വേണോ, അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതെ ആ സ്വലാത്ത് നിനക്കതിന് പരിഹാരമാണ്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സമീപത്തേക്ക് ഒരാൾ വരുന്നു. ഫശക ഇലൈഹിൽ ഫഖർ, നബിയെ ദാരിദ്ര്യമാണ്, കടമാണ്, വലിയ പ്രയാസമാണ് നബിയെ, ജീവിക്കാൻ മാർഗങ്ങളില്ല. സുബ്ഹാനല്ലാഹ് വളീഖൽ ഐശി വൽ മാഷ്, ഉപജീവന മാർഗങ്ങളൊന്നുമില്ല നബിയെ, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് നബിയെ. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ആശ്വാസം, മറുപടി, ഇദാ ദഖൽത മൻസിലക ഫസല്ലിം, മോനെ ഏത് സമയത്ത് നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുകയാണെങ്കിലും നീ ഒരു സലാം ചൊല്ലിക്കോ. ഇൻ കാന ഫീ അഹദുൻ ഔ ലം യകുൻ ഫീ അഹദുൻ, ആള് വീട്ടിലുണ്ടായാലും വീട്ടിൽ ആരുമില്ലെങ്കിലും നീ സലാം മുടക്കാൻ പാടില്ല. സലാം ചൊല്ലിയിട്ട് വേണം വീട്ടിൽ കയറാൻ. സുമ്മ സല്ലിം അലയ്യ, പിന്നെ എൻ്റെ മേലിൽ നീ ഒരു സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്നൊരു സലാം പറഞ്ഞു. വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് മിഅത്തൻ മറത്തൻ വാഹിദ, എന്നിട്ട് ഉടനെ നീ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരൊറ്റ പ്രാവശ്യം നീ പാരായണം ചെയ്തോ, എന്നാൽ നിന്റെ ദാരിദ്ര്യം നീങ്ങി കിട്ടുന്നതാണ്. ഫഫഅല റജുലു, വന്ന സഹോദരൻ നബി തങ്ങളുടെ ഉപദേശം അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു. ഫദറല്ലാഹു അലൈഹി റിസ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഉപജീവന മാർഗ്ഗത്തിൽ അങ്ങ് ബറക്കത്ത് കൊടുത്തു. ഹത്താ ഫള അലാ ജിറാനി വ ഖറാബതിഹി, എത്രത്തോളം അയാളുടെ അയൽവാസികളെയും അയാളുടെ കുടുംബങ്ങളെയും അയാൾ സഹായിക്കുന്ന ആളായി മാറി. സ്വലാത്ത് ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം ഇനിയും പറയാണ്ട്, ഉപ്പാപ്പക്ക് പ്രയാസാകുന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അന്നഹാ തുജിബുൽ അമാന മിൻ സുഖ്തില്ലാഹ്, അല്ലാഹുവിന്റെ വെറുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ സമീപത്ത് വന്നിട്ട് പറയാണ്, യാ മുഹമ്മദു, തങ്ങളെ, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു മൻ സല്ല അലൈക അശറ സ്വലവാത്തിൻ ഇസ്തൗജബൽ അമാന മിൻ സുഖ്തി, ഒരാൾ 10 തവണ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് അവൻ സംരക്ഷണം നേടിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ കോപം നമുക്ക് സഹിക്കാൻ കഴിയോ? അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ റഹ്മത്തായ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്നഹാ തുതഹിറുൽ ഖൽബ മിനൻ നിഫാഖി വസ്സദഅ, കപട വിശ്വാസത്തിൽ നിന്നും ഹൃദയത്തെ തുരുമ്പ് പിടിക്കുന്നതിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് തങ്ങളെ മേലിലുള്ള സ്വലാത്ത്. ജനങ്ങൾക്കിടയിൽ നിന്നോട് വലിയ സ്നേഹം നിനക്ക് ലഭിക്കണോ, ജനങ്ങളൊക്കെ നിന്നെ സ്നേഹിക്കണോ, സ്വാലിഹീങ്ങളൊക്കെ നിന്നെ പ്രിയം വെക്കണോ, തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ജനങ്ങളെ മനസ്സിൽ നിനക്ക് വലിയ ഇടം സ്നേഹമുള്ള കൊടുക്കുന്നതാണ്. മാമിൻ മുഅ്മിനിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഇല്ലാ തഹറല്ലാഹു ഖൽബഹു മിനൻ നിഫാഖി കമാ യുതഹിറു ഥൗബ അൽ മാഉ, വെള്ളം വസ്ത്രത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നിഫാഖിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തെ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ശുദ്ധീകരിക്കുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാമിൻ മുഅ്മിനി യഖൂലു സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒരു മുഅ്മിൻ ഈ സ്വലാത്തിന്റെ വചനം പറഞ്ഞാൽ ഇല്ലാ അഹബ്ബഹുൻ നാസു വഇൻ കാനു അബ്ഗദൂഹു, അന്നാസ് സ്വാലിഹീങ്ങൾ അവനെ പ്രിയം വെക്കും. ജനങ്ങൾ ആ പ്രിയം വെക്കുന്ന ആളുകൾ നേരത്തെ അവനെ വെറുക്കുന്നവരാണെങ്കിലും ശരി, വല്ലാഹി ലാ യുഹിബ്ബൂനഹു അത്താ യുഹിബ്ബഹുല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്
നേരത്തെ വെറുത്ത ആളുകൾ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് നീ മനസ്സിലാക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇദാ ജലസ്തും മജ്ലിസൻ ഫഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊരു മജ്ലിസിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ബിസ്മി ചൊല്ലണം. തങ്ങളുടെ ഉപദേശം വസല്ലല്ലാഹു അലാ മുഹമ്മദ്, എന്നിട്ട് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് എന്നൊരു സ്വലാത്ത് ചൊല്ലണം. എന്നാൽ യുഅക്കിലുല്ലാഹു ബിക്കും മലക്കൻ, ഒരു മലക്കിനെ അല്ലാഹു അധികാരപ്പെടുത്തും. യംനഉക്കും മിനൽ ഗീബത്തി ഹത്താ ലാ തഗ്താബൂ, മനുഷ്യർക്ക് നിന്നെ ഗീബത്ത് പറയാൻ മലക്കുകൾ സമ്മതിക്കൂല. പലരും ശത്രുക്കളുണ്ട്, പാരപണിതുന്നവരുണ്ട്, അതെ എനിക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്, എൻ്റെ ഖൈറിന് മുടക്കം നിൽക്കുന്നവരുണ്ട് എന്ന് തിരിച്ചറിവുള്ള ആളുകളുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദേശമാണ്, നീ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ. എന്നാൽ ആ സ്വലാത്ത് മുഖേന അല്ലാഹു മലക്കുകളെ അധികാരപ്പെടുത്തും. ഗീബത്ത് പറയുന്നവരിൽ നിന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ രക്ഷിക്കും. ഫൈദാ ഖുംതും ഫഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. സദസ്സിലേക്ക് വരുമ്പോഴും സദസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. ഫഇന്നന്നാസ ലാ യഗ്താബൂനകും വയംനഉഹുൽ മലക്കു മിൻ ദാലിക, മലക്ക് തടഞ്ഞു നിർത്തും നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ ഗീബത്ത് പറയുന്നതിൽ നിന്നെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാ തൻഫഉൽ മുസല്ലി, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മാത്രമല്ല സ്വലാത്ത് ഉപകാരപ്പെടുക, വവലദഹു അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും, വവലദ വലദിഹി പേരക്കുട്ടികൾക്ക് പോലും നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് ഉപകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സ്വല്ല അലയ്യ. ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്വലാത്ത് എത്ര ചെല്ലാൻ കഴിയുന്നില്ലല്ലോ എന്ന പ്രയാസത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ചെറിയ സിമ്പിൾ ഉപദേശം, ഹദീസ്, മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റാ, നേരം വെളുക്കുമ്പോൾ 10 തവണ എൻ്റെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, വഹീന യുംസി അശ്റാ, നേരം വൈകുന്നേരമാകുമ്പോഴും 10 തവണ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ, അദറകതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് എൻ്റെ ശഫാഅത്ത് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ ഒരു 10 തവണ തങ്ങളെ പേരിൽ സ്വലാത്തില്ല, വൈകുന്നേരവും ഒരു 10 തവണ തങ്ങളെ പേരിൽ സ്വലാത്തില്ല. അമ്മസ്വലാത്തു അലൻ നബി ഫസിറത്തുൻ മർളിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. അബൂ സഅദ് തങ്ങൾ പറയാണ്, തങ്ങളെ മേലിലുള്ള സ്വലാത്തിന്റെ മഹത്വം എത്രയാണ്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലാണ് തങ്ങളെ മേലിലുള്ള സ്വലാത്ത്. തുംഹാ ബിഹൽ ആസാമു, ദോഷങ്ങൾ അത് മുഖേന മായ്ക്കപ്പെടുന്നതാണ്. വബിഹായ നാലുൽ മർഉഇസ ശഫാഅത്തിൻ യുംബി ബിൽ ഇസാസു വൽ ഇക്റാമു, സ്വലാത്ത് മുഖേന തങ്ങളുടെ ശഫാഅത്തിന് അർഹത ലഭിക്കും. കുല്ലി സ്വലാത്തി അലൻ നബി മുലാസിമ ഫസലാത്തു ലക ജുന്നത്തും വസലാമു. അതുകൊണ്ട് നീ മുത്തുനബിയുടെ മേലിൽ ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലിക്കോ. നീ ചെല്ലുന്ന സ്വലാത്തുകള്, നീ പറയുന്ന സലാമുകള് നരകത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പരിചയാണ്, രക്ഷയാണ്. അർശിന്റെ തണലിൽ ലഭിക്കാൻ സ്വലാത്ത് മതിയാകും. ദുറുൽ മുനല്ലമിൽ കാണാം, സലാസത്തുൻ തഹ്ത ദില്ലി അർശില്ല, 3 വിഭാഗം അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നവരാണ്. മൻഹും യാ റസൂലല്ലാഹ്, സ്വഹാബിമാർ ചോദിച്ചു, ആരാണ് നബിയേ അത്? മൻ ഫറജൻ മക്റൂബിൻ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം നീക്കുന്നവരുണ്ടോ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. വഅഹ്യാ സുന്നത്തി, എൻ്റെ തിരുചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചവരുണ്ടോ, തങ്ങളെ സുന്നത്ത് പതിവാക്കിയവരുണ്ടോ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. വഅക്സറു സ്വലാത്തി അലയ്യ, എൻ്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർക്കും അതാ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
മൻ സർറഹു അൻ യൽഖല്ലാഹ റാളിയൻ ഫൽയുക്തിർ സ്വലാത്ത അലയ്യ. അല്ലാഹനെ സന്തോഷത്തോടു കൂടി കാണാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മേലിൽ അവർ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്നുകൂടി പറഞ്ഞു നിർത്തി. ലയരിദന്ന അലയ്യൽ ഹൗള അഖ്വാമുൻ മാ അരിഫുഹും ഇല്ലാ ബികസ്റത്തി സ്വലാത്തി അലയ്യ. നാളെ എൻ്റെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ചില ആളുകൾ വരും. അവരെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മേലിൽ അവർ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ദിവസം ഒരു 100 സ്വലാത്ത് അല്ലാത്ത ഒരു സ്നേഹികളും ഈ സ്നേഹ റസൂൽ പരിപാടിയിൽ പങ്കെടുത്ത സഹോദരന്മാരിലും സഹോദരിമാരിലും ഉണ്ടാവരുത് എന്ന ഒരു അപേക്ഷ ഇവിടെ നിങ്ങളെ മുന്നിൽ അറിയിച്ചുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അമീനു ശരീഅ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉപ്പാപ്പ, നമുക്ക് അവർ വലിയ നേതൃത്വമാണ്. ഇൻഷാ അല്ലാഹ് ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുതിയ ഒരു അപ്ഡേഷനാണ് സാഫ് അക്കാദമി എന്ന് വെച്ചാൽ, സ്വാഫ് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. വിദ്യാർത്ഥിത്വം ഇന്ന് പല മേഖലയിലും വലിയ പ്രതിസന്ധികളിലാണെന്ന് നമുക്കറിയാം. പുതിയ ചർച്ചകളൊന്നും ഈ സ്നേഹ റസൂലിന്റെ ഈ സദസ്സിൽ ഞാൻ ഉന്നയിക്കാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. കാലങ്ങളായി നമ്മുടെ രാജ്യത്തുള്ള വിദ്യാർത്ഥികൾ കൈമാറിപ്പോന്ന നല്ലൊരു പാരമ്പര്യത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വഴിമാറുമോ എന്ന് നമ്മൾ ഭീതിയോടെ നോക്കിക്കാണുന്നൊരു സാഹചര്യമാണിത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്ന് മാനവികതയും മനുഷ്യമൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു പാരമ്പര്യം അന്ത്യനാൾ വരെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ആമീനെന്ന് മാത്രം ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും മക്കളായി നമ്മുടെ വിദ്യാർത്ഥിനികൾ അധപ്പതിക്കുന്നൊരു കാലാണ്. ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ച് അവരെ പാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്നവരാക്കി മാറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് കോഴിക്കോട് ജില്ലയിൽ ഡി അഡിക്ഷൻ സെന്റർ സാഫ് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അതിനുള്ള സൗകര്യം നമുക്ക് കാണിച്ചു തരട്ടെ. ഈ വേദിയിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഉപഹാര സമർപ്പണമുണ്ട്. കണ്ണൂർ ജില്ലയിൽ കെയർ ഹോം നടത്തിയിട്ട് കേരളത്തിൽ വലിയ ശ്രദ്ധേയനായൊരു നല്ല മനുഷ്യസ്നേഹിയാണ് റഷീദ് സഖാഫി പയ്യന്നൂർ. അദ്ദേഹത്തിന്റെ കെയർ ഹോമിൽ ഈയിടെ SYSന്റെ പ്രവർത്തകരുമായി സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോൾ, അവിടെ കാണുകയും കരളലിയിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് തീരുമാനിച്ചതാണ് ഈ വർഷത്തെ സ്നേഹ റസൂൽ ഉപഹാരം റഷീദ് സഖാഫിക്കാവട്ടെ എന്ന്. അദ്ദേഹം നമ്മുടെ ഈ സദസ്സിലേക്കുള്ള യാത്രയിലാണ് നല്ല ബ്ലോക്കിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പെത്തും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയാലും ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മളുടെ പരിസരം എത്രമാത്രം മലിനപ്പെട്ടിട്ടുണ്ട് എന്നതിലേക്ക് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ആ കാര്യം ഇപ്പൊ ഇവിടെ ഓർത്തെടുത്ത്. എന്താണത്? റഷീദ് സഖാഫിയുടെ കെയർ ഹോമിൽ ഒരു പ്രായം ചെന്ന ബാപ്പ വന്നു വിടുകയാണ്. പരിചാരകരില്ലാത്ത ആള് അദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന്റെ മാനസിക നില സാധാരണഗതിയിലേക്ക് മെച്ചപ്പെട്ടപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ വീട് ഇന്നാലിന്ന നാട്ടിലാണ്, എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം, എന്നെ എന്തിനാണ് ഇവിടെ പാവങ്ങളെ കൂട്ട താമസിപ്പിച്ചതെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ നേരത്തെ പരിചരിച്ചതൊക്കെ അദ്ദേഹത്തിന് മറന്നുപോയി. നല്ല ബുദ്ധി കിട്ടിയപ്പോ അവസാനം കാറിൽ കയറ്റി ആ കൂട്ടുകാരൻ, ആ പ്രായം ചെന്ന സഹോദരൻ പറഞ്ഞ ആ കുടുംബത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുക സന്തോഷത്തോടു കൂടി.
അപ്പൊ വീട്ടിലുള്ള സ്വന്തം മകൻ ബാപ്പനെ കണ്ടപ്പോൾ പറഞ്ഞു അത്രേ, എന്തിനാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വല്ലാതെ അസഭ്യം വിളിച്ചു റഷീദ് സഖാഫിയെ. റഷീദ് സഖാഫി ചോദിച്ചു, ഇത് നിങ്ങളുടെ ബാപ്പയാണോ? പറഞ്ഞു, അതെ ബാപ്പയാണ്, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയതാണ്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല. നാട്ടുകാരും പരിസരത്തുള്ള ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി പ്രശ്നം പരിഹരിക്കാൻ നോക്കിയപ്പോ ആ മകൻ ആ സദസ്സിൽ നിന്ന് പോവുകയാണ്. ദേഷ്യം പിടിച്ചിട്ട് പുഴയിൽ ചാടി മരിക്കുകയാണ്. സ്വന്തം ബാപ്പനെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഷേധം തീർക്കാൻ ആത്മഹത്യ ചെയ്തു സ്വന്തം പൊന്നുമോന്. ആ അച്ഛനെ വീണ്ടും ആ കെയർ ഹോമിൽ കൊണ്ടുവന്നിട്ട് പാർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട റഷീദ് സഖാഫിയെ പോലെയുള്ള മനുഷ്യ സ്നേഹികൾ, ഇവരെയൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ 3 ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ ദിവസമാണ്. ലോകത്ത് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ആൾ രൂപമായി മാറിയവരാണ് സുൽത്താനുൽ ആരിഫീൻ സയ്യിദി അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. SYSന്റെ സാന്ത്വനം പ്രവർത്തകന്മാർ കവലകളിലേക്ക്, നഗരങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ മാതൃകയാക്കി പാവപ്പെട്ട മനുഷ്യരെ കണ്ണീരൊപ്പാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സാന്ത്വനത്തിന്റെ ജില്ലയുടെ സാരഥികൾ ഈ സ്റ്റേജിലുണ്ട്. അങ്ങാടികളിൽ നമുക്ക് കാണാം, ധാരാളം വർഷങ്ങളായി അവർ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് മുടി വെട്ടിയിട്ട് അങ്ങനെയുള്ള പാവം മനുഷ്യന്മാരെ കൊണ്ടുപോയി അവരെ മുടി വെട്ടിക്കൊടുത്ത്, അവരെ കുളിപ്പിച്ച്, അവർക്ക് വസ്ത്രം ധരിപ്പിച്ച്, അവർക്ക് ആഹാരം കൊടുത്ത് അവരെ നല്ലൊരു പാർപ്പിടത്തിലേക്ക്, ഒരു സാന്ത്വന കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ SYSന്റെ പ്രവർത്തകന്മാർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ സാന്ത്വന പ്രവർത്തനത്തിൽ ഉണ്ടാകണമേ എന്നുകൂടി അവസരജുതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സാഫ് അക്കാഡമിയുടെ കീഴിൽ നമുക്ക് നല്ലൊരു കെയർ ഹോം നമ്മൾ സ്വപ്നം കാണുകയാണ്. അള്ളാഹു അതിൽ നമുക്ക് വിധി കൂട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ദർസ് അൽഹംദുലില്ലാഹ് വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരുന്നു. 25 വിദ്യാർത്ഥികളാണെങ്കിലും അൽഹംദുലില്ലാഹ് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതുപോലെ ആ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അർത്ഥമുള്ള ബാസുരമായ ഭാവി ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമുക്ക് നല്ലൊരു ഹിഫ്ളുൽ ഖുർആൻ, കുറഞ്ഞ കുട്ടികൾ മതി, ഉച്ചാരണത്തിലും ശബ്ദത്തിലൊക്കെ അവരെ ശരിക്ക് നമുക്ക് നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കുറഞ്ഞ ആളുകളെ ആഗോളതലത്തിൽ ഖുർആൻ മധുര ശബ്ദത്തിൽ തജ്വീദിന്റെ നിയമമനുസരിച്ച് പാരായണം ചെയ്യുന്ന കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനം സ്വന്തമായി ഒരു നിർമ്മാണ പ്രവർത്തനം ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു സ്ലിപ്പ് ഈ സദസ്സിൽ വിതരണം ചെയ്യും. ആ സ്ലിപ്പിൽ നിങ്ങളുടെ ആ ജാരിയത്തായ സ്വതക്കയിലേക്ക് സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സ്വതക്ക. നമുക്ക് കുറഞ്ഞ സ്ഥലങ്ങൾ വേണം. ആ സ്ഥലം അൽഹംദുലില്ലാഹ് നമ്മൾ പരിസരത്ത് കണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ഖബറിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഖബറിലേക്ക് നമുക്കൊരു ജാരിയത്തായ സ്വതക്കയായിട്ട് വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് നന്നാക്കി ഇദാ മാത്തൽ ഇൻസാനു യൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത് തങ്ങൾ പറഞ്ഞതാണ്. 3 കാര്യം ഒരു മനുഷ്യൻ മരിച്ചാൽ ഉപകാരപ്പെടുള്ളൂ. അതിൽ ഒന്നാമത്തേതാണ് സദഖത്തുൻ ജാരിയ, നല്ല എന്നും പ്രതിഫലം ഖബറിലേക്ക് കിട്ടുന്ന ഒരു ജാരിയത്തായ സ്വതക്ക. രണ്ടാമത്തേതാണ് വലദുൻ സ്വാലിഹ് യദഉ ലഹു, സന്താനങ്ങളുടെ പ്രാർത്ഥന. മൂന്നാമത്തേതാണ് എന്ത്? ഇൽമുൻ നാഫിയ ഇൽം. ഇത് 3ഉം സമ്മേളിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ സാഫ് അക്കാദമി. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.